ക്രൂശിത വഴിയെ 13-ാം ദിനം. ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ആ പോകുന്ന മനുഷ്യനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, നീ ആ കാര്യം എന്തെങ്കിലും അയാളോട് പറഞ്ഞിട്ടുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, തീർച്ചയായും നീ ആ കാര്യം അവനോട് പറയണം. അപ്പോൾ തന്നെ പറയുകയും വേണം. അത് പറയുവാൻ മടി കാണിക്കരുത്. എന്തിനാണ് നല്ലത് പറയാൻ നാം മടിക്കുന്നത്? നല്ലത് പറയുവാൻ മടിക്കുകയും നല്ലതല്ലാത്തത് പറയാൻ വെമ്പൽ കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടില്ലേ? ആരുടെയെങ്കിലും നന്മയും നല്ലതും കണ്ടാൽ അത് പറയാൻ മടിക്കുകയും അവരുടെ തെറ്റുകൾ കണ്ടാൽ അത് അവരോടല്ല ലോകം മുഴുവൻ വിളിച്ചു പറയുവാൻ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാലം. നന്മയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കാത്തതുകൊണ്ടാണ് തിന്മയുടെ ശബ്ദം ഈ ലോകത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഈ നോമ്പുകാലത്ത് നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവരുടെ നന്മ നിറഞ്ഞ വാക്കുകൾ പറയുന്നതിലാണോ അല്ലെങ്കിൽ അവരുടെ തിന്മ എടുത്തു കാട്ടുന്നതിലാണോ ഞാൻ കൂടുതൽ ഉത്സാഹം കാട്ടിയിരിക്കുന്നതെന്ന്. തീർച്ചയായും തെറ്റ് കണ്ടാൽ പറയണം. അത് അവനോട് തന്നെ പറയണം. അവൻ്റെ ഒരു വീണ്ടുവിചാരത്തിന് അത് കാരണമാകുന്നുവെങ്കിൽ നാം അത് പറയുക തന്നെ ചെയ്യണം. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഓരോരുത്തരെയും വാക്കുകൾ അവൻ്റെ സന്തോഷത്തിലാണോ, അവൻ നന്മ ചെയ്യുന്ന കാര്യത്തിലാണോ, അല്ലെങ്കിൽ അവൻ്റെ തിന്മ പറയുന്നതിലാണോ നാം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. നോമ്പ് നല്ലത് പറയുവാൻ മടി കാണിക്കുകയും നല്ലതല്ലാത്ത വിളിച്ചു പറയുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഈ കാലത്ത് നമ്മുടെ ഓരോരുത്തരെയും വാക്കുകൾ പവിത്രമാക്കുവാനുള്ള ആഹ്വാനമാകട്ടെ. സ്തുതിയായിരിക്കട്ടെ.